എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവം കാനഡയിൽ നിന്നാണ് വന്നത്. അപ്പം നല്ല വൃത്തിയായിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ദൂരെ സ്ഥലത്തു നിന്നല്ലേ, നമ്മുടെ സഹോദരങ്ങളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് വായിക്കാം. നല്ല സുഖമുണ്ട് കേട്ടോ. എല്ലാവരും കേൾക്കണേ. ഹരേ കൃഷ്ണ. ശ്രീകുട്ട, ഞാൻ നമ്മുടെ ത്രിമധുരം എന്ന വൃന്ദാവനത്തിലെ ഗോപികയാണ്. ത്രിമധുരം വാട്സപ്പ് ചാനൽ മെമ്പറാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുടുംബസമേതം കാനഡയിൽ സെറ്റിലാണ്. എൻ്റെ പുതിയ ഒരു ദിവസം തുടങ്ങുന്നത് ത്രിമധുരത്തിൽ നിന്നാണ്. രാവിലെ കുളിച്ച് വിളക്ക് വെച്ച് നാമം ചൊല്ലി അടുക്കളയിൽ എത്തി അങ്ങനെ ഉച്ചപൂജാലങ്കാരം കേൾക്കും. പിന്നെ ത്രിമധുരവും ഉച്ചപൂജാലങ്കാരവും ഉച്ചപൂജാലങ്കാരം ചില ദിവസം മുടങ്ങിപ്പോകാറുണ്ടെങ്കിലും ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കാൻ ഒരിക്കലും മുടക്കാറില്ല. എല്ലാവരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കൂടെ സന്തോഷിക്കും, ചിലപ്പോൾ കരയും. പൊന്നുണ്ണിക്കണ്ണൻ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും പരീക്ഷയൊക്കെ തരാറുണ്ട്. എല്ലാ വഴികളും അടയുമ്പോൾ ഒരു കുഞ്ഞിളം കൈകൾ കാട്ടി പിടിച്ചുയർത്തു കേട്ടോ എന്നെ. ആ അനുഭവങ്ങളൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാട്ടോ. ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞനുഭവം പറയാം. കണ്ണനോട് പ്രോമിസ് ചെയ്തിരുന്നതാണ്. കണ്ണൻ പിണങ്ങിയിരിക്കുകയാണ് പറയാത്തത് കൊണ്ട്. ഇത് നടക്കുന്നത് ശിവരാത്രിയുടെ തലേ ദിവസമാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ശരത് സാറിൻ്റെ 18 സ്റ്റെപ്സ് USA എന്നുള്ള ഗ്രൂപ്പാണ്. ഞങ്ങൾ എല്ലാ തേഴ്സ്ഡേയും ഒരുമിച്ച് കൂടി 8 മുതൽ 9 വരെ നാമജപമുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളാണ് ലീഡ് ചെയ്യുന്നത്. എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അവന് 9 വയസ്സാണ്. ഇടയ്ക്കൊക്കെ അവൻ പാട്ട് പാടാറുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവൻ ചെറുതായിട്ട് പാടും. നമ്മുടെ ലാംഗ്വേജ് അവന് പ്രശ്നമാണ്, എന്നാലും ട്രൈ ചെയ്യും. ഫെബ്രുവരി 1st വീക്ക് 18 സ്റ്റെപ്സ് ഗ്രൂപ്പിലെ ജിതേഷ് ചോദിച്ചു, ചാനലിന് വേണ്ടി ഒരു പാട്ട് പാടിയിടാമോ എന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് ശിവരാത്രിക്ക് വേണ്ടി ചെയ്യാമെന്ന്. ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീക്കെൻഡ്സിലേ പറ്റുള്ളൂ. വീക്ക് ഡേയ്സ് എല്ലാവരും ബിസിയാണ്, ഓഫീസ് സ്കൂൾ എല്ലാമായിട്ട്. ആകെ ഒരു വീക്കെൻഡ് മാത്രമേ ഉള്ളൂ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പനിയായിരുന്നു കേട്ടോ. മോൻ്റെ സൗണ്ട് പോയി, കോൾഡ് കഫ് ഒക്കെ ഉണ്ടായിരുന്നു. ശിവരാത്രിയുടെ തലേ ദിവസം സാറ്റർഡേ മോൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തു. അവൻ്റെ കഫക്കെട്ട് മാറിയിട്ടില്ലായിരുന്നു, എങ്കിലും റെക്കോർഡ് ചെയ്തു കേട്ടോ. എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള നോർത്ത് ഇന്ത്യൻ ടെമ്പിളിൽ പോയിട്ടോ. ശിവരാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ഞാൻ റെക്കോർഡ് ചെയ്തു കേട്ടോ. എൻ്റെ എൽഡർ സൺ ആണ് എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. വീഡിയോ നോക്കിയപ്പോൾ അത് ക്ലിയർ അല്ല. അപ്പോൾ തന്നെ രാത്രി 10 മണി കഴിഞ്ഞു. പിന്നെ മോനെ ഇരുത്തി രണ്ടാമത് പാടി റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ഞാൻ കണ്ണനോട് പറഞ്ഞു, വീഡിയോ നന്നായിട്ട് ചെയ്യാൻ പറ്റണേ, ഇത് മഹാദേവനുള്ള നൈവേദ്യമാണ്, ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞോളാമെന്ന്. പിറ്റേ ദിവസം ശിവരാത്രി ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മോൻ രാത്രിയിൽ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ജിതേഷിന് ഷെയർ ചെയ്ത് കൊടുത്തുട്ടോ. ശ്രീകുട്ടനും ചാനൽ ലിങ്ക് ഷെയർ ചെയ്തിരുന്നു, ഗ്രൂപ്പിലും ഇട്ടിരുന്നു. ശ്രീകുട്ട, കണ്ണൻ ഒരു ഇരട്ടി മധുരം കൂടി തന്നത് പറയാനുണ്ട് കേട്ടോ. മോനെ അമ്പലത്തിൽ വെച്ച് പാടിയപ്പോൾ അവിടെ ഒരു വളണ്ടിയർ ആൻറ്റിക്ക് ഇഷ്ടമായി. എന്നിട്ട് പിറ്റേ ദിവസം മഹാരുദ്രാഭിഷേകമുണ്ട്, അപ്പോൾ പാടാൻ വരണമെന്ന് പറഞ്ഞുട്ടോ. ശിവരാത്രിയുടെ അന്ന് പോയി പാടാൻ സാധിച്ചു. മോൻ 2 പാട്ട് പാടി. പിന്നെയും അവർ പാടാൻ പറഞ്ഞു. അവന് 2 പാട്ട് മാത്രമേ അറിയുള്ളായിരുന്നു. മഹാദേവന്റെ അവിടുത്തെ മെയിൻ പ്രീസ്റ്റ് മോനെ അനുഗ്രഹിച്ചു. രാത്രി ദ ഹോൾ നൈറ്റ് ഉണ്ട്, അപ്പോൾ വന്ന് പാടണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 18 സ്റ്റെപ്സിന്റെ നാമജവും പൂജയൊക്കെ ഉള്ളത് കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതാണ് ഒരു ചെറിയ അനുഭവം. ഒരുപാട് ലെങ്തി ആയിട്ടോ, ക്ഷമിക്കണം. ഈ അനുഭവം വായിച്ചു കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, അതും ശ്രീകുട്ടന്റെ സൗണ്ടിൽ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാം പൊന്നുണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കട്ടെ. കടൽ കടന്ന് ദൂരെ നിന്ന് വന്ന അതിമനോഹരമായിട്ടുള്ളൊരു അനുഭവമാണല്ലേ. എന്ത് സുഖമാണ് അമ്മ പറഞ്ഞത് കേൾക്കാൻ, മകനെ കൊണ്ട് പാടിക്കുന്നത്. ഏതോ ഒരു നാട്ടിൽ നമ്മളെ ഭഗവാനെ കൈപിടിച്ച് നടക്കുകയാണ് നമ്മുടെ ഭക്തജനങ്ങളൊക്കെ. എന്താ കഥ, ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരേണ്ടവർക്കൊക്കെ വരാട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.